അഭിലാഷി നായരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷി, പൾസർ സുനി ദിലീപിൽ നിന്ന് പണം വാങ്ങി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല. ദിലീപ് പണം നൽകിയതിന് തെളിവില്ല. ജയിലിൽ വെച്ച് നടന്ന ഈ ഒരു ഫോൺ സംഭാഷണങ്ങൾ, അതോടൊപ്പം ഈ ജയിലിൽ നിന്ന് കത്ത് വന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രോസിക്യൂഷൻ ഉന്നയിച്ചിരുന്നല്ലോ. ഇതൊക്കെ പൂർണ്ണമായും കോടതി തള്ളുകയാണോ? അതോടൊപ്പം ഈ നിയമപരമായ പോരായ്മകൾ ഉള്ളതിനാൽ ഇതൊന്നും തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണോ കോടതി പറയുന്നത്? നമ്മൾ ഈ വീഡിയോ കണ്ടല്ലോ, അതായത് ദിലീപ് പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല, പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. കോടതി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളാണ്. അതായത് ദിലീപിനെ എന്തുകൊണ്ട് ശിക്ഷിച്ചില്ല, അതായത് പൾസർ സുനിയും ദിലീപും തമ്മിൽ ഡയറക്റ്റ് പണമിടപാട് നടത്തുന്നതായിട്ടുള്ള തെളിവുകളില്ല. രണ്ടാമത്തെ കാര്യം, പൾസർ സുനിയോ കൂട്ടരോ ദിലീപിനെ ഫോൺ ചെയ്തെന്നുള്ള രേഖകൾ കറക്റ്റ് അല്ല, ഫോൺ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കോടതി പറയുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവർ അഡ്വാൻസ് തുകയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതായത് ഫസ്റ്റ് ഒരു 10,000 രൂപ കൊടുക്കുന്നു പറയുന്നു. അവർ ജോർജ് ഏട്ടൻപൂരൻ എന്ന് പറഞ്ഞ ആ ഒരു ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചിട്ട് 10,000 രൂപ കൊടുക്കുന്നു പറയുന്നു. പിന്നെ ഒരു 1,00,000 രൂപ കൊടുക്കുന്നു പറയുന്നു. പിന്നെ അത് ആദർശം ഒരു 20,000 കൊടുക്കുന്നു പറയുന്നു. കാരണം ഇവർ പറഞ്ഞ കൊട്ടേഷൻ തുക എന്ന് പറയുന്നത് 1.5 കോടി രൂപയാണ്. ഈ 1.5 കോടി രൂപ അഡ്വാൻസ് തുകയും തമ്മിൽ യാതൊരു മാച്ചിങ്ങും ഇല്ല. അതായത് സാധാരണ ഒരു വർക്ക് എടുത്ത് ചെയ്യുന്ന ആൾക്കാർ പോലും, കൊട്ടേഷൻ്റെ അല്ല ഞാൻ പറഞ്ഞു വരുന്നത്, സാധാരണ വർക്ക് ചെയ്യുന്നവർ പോലും 30%, 25% വർക്കിന് മേടിക്കുമ്പോൾ ഇത് 1,00,000 രൂപ പോലും വർക്ക്, 1,30,000 രൂപയാണ് ഇവർ അഡ്വാൻസ് പറ്റിയെന്ന് പറയുന്നു പ്രോസിക്യൂഷൻ പറയുന്നത്. അതൊരു മിസ്മാച്ചിങ് ആണ്. നമുക്ക് പറയാൻ നേരത്തിന് മിസ്മാച്ചിങ് ആണ്. ഇത്രയും വലിയൊരു ക്രൈം ചെയ്യാൻ വേണ്ടി ഒരു ക്രിമിനല് ഈ നക്കാപ്പിച്ച കൈപ്പറ്റും എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു വാദമല്ല. പിന്നെ പറയുന്നത് വെച്ചാൽ കോടതി പറയുന്നത്, സ്ത്രീ, അതായത് ഒരു മാഡം ഉണ്ടെന്ന് പറഞ്ഞിരുന്ന പൾസർ സുനി എന്തുകൊണ്ട് ആ മാഡത്തിനെ കുറിച്ച് ഈ പ്രോസിക്യൂഷനിലെ പോലീസ് അന്വേഷിച്ചിട്ടില്ല, എന്തുകൊണ്ട് അത് തുടർ നടപടി ഉണ്ടായിട്ടില്ല, അതുപോലെ ദിലീപിന്റെ ഫോൺ എന്തുകൊണ്ട് ശാസ്ത്രീയമായി പരിശോധിച്ചില്ല, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതെല്ലാം ദിലീപിന് നമുക്ക് ആനുകൂല്യമായിട്ടും മാറിയിട്ടുണ്ട്. ദിലീപിന്റെ കേസിൽ ദിലീപിനെ വെളിവിടാൻ, കാരണം ഇവർക്ക് ഡയറക്റ്റ് ആയിട്ട് ദിലീപിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ ഇവർക്ക് നിരത്താൻ പറ്റുന്നില്ല. ഇവർ പറയുന്നത് അവിടെ പൾസർ സുനി ഉണ്ടായിരുന്നു, ദിലീപും അവിടെ ഉണ്ടായിരുന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പൾസർ സുനിയും ദിലീപും സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ്. പൾസർ സുനി പലരുടെയും ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നടിയുടെയും 1 മാസത്തോളം ഗോവയിലെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നടിക്ക് പെട്ടെന്ന് തന്നെ ഈ പൾസർ സുനിയെ തിരിച്ചറിയാൻ പറ്റിയത്. അതുപോലെ മുകേഷിന്റെയും ഒരു ധർമ്മജന്റെ കൂടെ ഒന്ന് ഫോട്ടോ ഉണ്ട്. അങ്ങനെ ഒട്ടനെ. പക്ഷെ ദിലീപിനെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ഒരു ഫോട്ടോസോ ഒരു വീഡിയോസോ ഒരു ഫോൺ കോൾസോ ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇടയ്ക്ക് വന്ന ആ ഡയറക്ടറുടെ ഒരു മൊഴിയാണ് പെട്ടെന്ന് ഇതൊക്കെ മാറിയത്. പക്ഷെ ഡയറക്ടറിന്റെ മൊഴിയിൽ അതിലൊരു തെളിവുകളില്ല. ഇവർ പറയുന്നതല്ലാതെ ഈ പറയുന്നത് നമുക്കൊരു അറസ്റ്റിലേക്കൊക്കെ നീങ്ങാമെങ്കിലും അതൊരു തെളിവായിട്ട് കോടതി പരിഗണിക്കത്തില്ല. അതുകൊണ്ടൊക്കെ കോടതിയിലെ ജഡ്ജി ചോദിക്കുന്നുണ്ട്, സമൂഹത്തിനോട് തന്നെ ചോദിക്കുകയാണ്, സമൂഹത്തിന്റെ പൊതുബോധം അനുസരിച്ചാണോ ഞാൻ ഈ വിധി പറയേണ്ടത്? അതായത് സമൂഹത്തിന്റെ ഹിതത്തിനനുസരിച്ച് ഞാൻ വിധി പറയണോ? കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്ന അനുസരിച്ച് നമുക്ക് വിധി പറയാൻ പറ്റില്ല. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഒരു ജഡ്ജിക്ക് അത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ താക്കീത് കൊടുത്തെന്ന് പറഞ്ഞാൽ കോടതിനെ അലക്ഷ്യപ്പെടാത്ത രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വിമർശിക്കാം കോടതിനെ. പക്ഷെ ഭാഗ്യലക്ഷ്മി ആയാലും ബാക്കിയുള്ളവരെല്ലാം കോടതിനെ വിമർശിക്കുന്ന വേറെ രീതിയിലാണ്. കാശ് മേടിച്ചു എന്നുള്ള രീതിയിലേക്കൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോഴാണ് കാശുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിന്റെ 10 ഇരട്ടി കാശുള്ള ആൾക്കാരൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. ഈ സഞ്ജയത്തിന്റെ കേസൊക്കെ നമ്മൾ നോക്കിയാൽ മതി. സഞ്ജയത്തൊക്കെ അദ്ദേഹത്തെ ക്രൈം ചെയ്ത് 5 കൊല്ലത്തിലധികം ജയിലിൽ കിടന്നതും അദ്ദേഹം തെളിവുള്ളതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ഇതിലും കൂടുതൽ പിടിപാടുണ്ടായിരുന്ന മനുഷ്യനാണ് അദ്ദേഹം. എന്നിട്ട് തെളിവുള്ള ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടി വന്നത്. തെളിവുകളാണ് കോടതിയിൽ സംസാരിക്കുന്നത്, അല്ലാതെ ഇമോഷണലിസ്റ്റുകൾക്ക് കോടതിയിൽ യാതൊരു വാല്യൂ ഇല്ല.